നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ചർമ്മത്തിൽ ഐസ് ക്യൂബ് നേരിട്ട് ഉപയോഗിക്കുന്നത് നല്ലതാണോ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഐസ് ക്യൂബ് സ്കിന്നിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഐസ് ക്യൂബ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല വൃത്തിയുള്ള ഐസ് ക്യൂബ് തന്നെ വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ സ്കിന്നിൽ അത് വേറെ പല കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പലരുടെയും സ്കിൻ കെയർ ദിനചര്യയിൽ ഐസ് ക്യൂബിനൊരു സ്ഥിര സാന്നിധ്യമുണ്ടാകും. ഐസ് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് രക്തക്കൊഴലുകളെ സങ്കോചിപ്പിക്കുകയും വീക്കം കുറയ്ക്കുകയും ചർമ്മത്തിലെ ഓക്സിജൻ വിതരണം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇത് ചർമ്മം കൂടുതൽ തിളക്കമുള്ളതും യുവത്വമുള്ളതുമാക്കും. ഐസ് ക്യൂബ് ഉപയോഗം പൊതുവെ ഗുണകരവും സുരക്ഷിതവുമാണെന്ന് കരുതപ്പെടാറുണ്ടെങ്കിലും ചർമ്മത്തിൽ നേരിട്ട് ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ദീർഘനേരം ഐസ് ചർമ്മത്തിൽ ഉപയോഗിക്കുന്നത് നല്ലതല്ല. ഐസ് ക്യൂബ് ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ വൃത്തിയുള്ള ഐസ് ക്യൂബ് വേണം ചർമ്മത്തിൽ ഉപയോഗിക്കാൻ. സ്കിൻ കെയറിന് വേണ്ടി പ്രത്യേകമുള്ള ഐസ് റോഡുകൾ ഉപയോഗിക്കുന്നതും നല്ലതാണ്. ചർമ്മത്തിലേക്ക് നേരിട്ട് ഉപയോഗിക്കുന്നതിന് പകരം വൃത്തിയുള്ള ഒരു തുണിയിൽ പൊതിഞ്ഞുപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇത് അമിതമായി തണുപ്പേറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. വളരെ മൃദുലമായ വൃത്താകൃതിയിൽ വേണം ഐസ് ചർമ്മത്തിൽ ഉപയോഗിക്കാൻ. അമിതമായി ബലം പ്രയോഗിക്കരുത്, കാരണം ഇത് ചർമ്മത്തെ പ്രകോപിപ്പിക്കുകയും അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യും. ഐസ് ഉപയോഗിച്ചയുടൻ മോയ്സ്ചറൈസർ തേക്കണം. ഇത് ചർമ്മത്തിൽ ജലാംശം ഉറപ്പാക്കുകയും വരണ്ടു പോകാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. സെൻസിറ്റീവ് ചർമ്മമോ എന്തെങ്കിലും അസ്വസ്ഥതയുള്ള അവസ്ഥയിലോ ആണെങ്കിൽ വിദഗ്ധ നിർദ്ദേശം തേടിയ ശേഷം മാത്രമേ ഇത്തരം പൊടിക്കൈകൾ ചെയ്യാവൂ. നിങ്ങളുടെ ചർമ്മത്തിന് അനുയോജ്യമാണോ എന്ന് ഉറപ്പാക്കിയ ശേഷം ഇത്തരം ശീലങ്ങൾ പിന്തുടരുന്നതാണ് എപ്പോഴും അഭികാമ്യം. ചർമ്മത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉള്ളപ്പോൾ ഐസ് ഉപയോഗിക്കുന്നത് അത് കൂടുതൽ വഷളാകാൻ ഇടയാക്കും. ഐസിങ് മാത്രമാണ് ചർമ്മ സംരക്ഷണത്തിലെ ഏകമാർഗം എന്ന് ചിന്തിക്കരുത്. ഇതുവഴി താൽക്കാലിക മാറ്റങ്ങൾ മാത്രമേ ഉണ്ടാകൂ. ക്ലെൻസിങ്, മോയ്സ്ചറൈസിങ്, സൺസ്ക്രീൻ ഉപയോഗം എന്നിവ പതിവാക്കാൻ മറക്കരുത്.